തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷ് കീഴടങ്ങി. സുഗാന്ത് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കൊച്ചി DCP ഓഫീസിലെത്തി കീഴടങ്ങിയത്. സുഗാന്തിനെതിരെ കർശനമായ നിരീക്ഷണങ്ങളോടെയായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് തൊട്ടുപിന്നാലെ കൊച്ചി DCP ഓഫീസിൽ സുഗാന്ത് സുരേഷ് നേരിട്ട് ഹാജരാവുകയായിരുന്നു. തുടർന്ന് വിവരം കൊച്ചി സിറ്റി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരായ തിരുവനന്തപുരം പേട്ട പോലീസിനെ അറിയിച്ചു. പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാർച്ച് 24 നടന്ന സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് 2 മാസമായി ഇയാൾ ഒളിവിലായിരുന്നു. താൻ നിരപരാധിയാണെന്നും മരണത്തിൽ പങ്കില്ലെന്നുമായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം. ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർത്തു. വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പ്രതിക്കെതിരെ തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതുമാണ് വാട്സാപ്പ് ചാറ്റുകളെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. പോലീസ് വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. കൂടാതെ സുഗാന്തിനെതിരെ കർശനമായ നിരീക്ഷണങ്ങളും കോടതി നടത്തിയിരുന്നു. പുറത്തുവന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സ്നേഹത്തിൻ്റെ പേരിൽ യുവതിയെ സുഗാന്ത് ചൂഷണം ചെയ്തുവെന്നും പ്രതിക്ക് ഒരേ സമയം നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി വിധി എതിരായതോടെയായിരുന്നു നാടകീയ കീഴടങ്ങൽ. കൈരളി ന്യൂസ്, കൊച്ചി.